വിശുദ്ധ അൽഫോൺസാമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയാണ് കുറവിലങ്ങാട് പാലക്കൽ വീട്ടിൽ ജിമ്മി സാറും ഭാര്യ റിൻസി ജിമ്മിയും. രാമപുരം സെന്റ് അഗസ്റ്റിനോസ് ഹൈസ്കൂളിലെ ഡ്രോയിങ് അധ്യാപകനായ ജിമ്മി സാറിന്റെ ഭാര്യ റിൻസി സൗദി അറേബ്യയിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ അതീവ ഗുരുതരമായ അവസ്ഥയിൽ നിന്ന് കരകയറിയത് വിശുദ്ധ അൽഫോൺസാമ്മയുടെ മധ്യസ്ഥതയിലാണെന്ന് പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. 2011 ജൂലൈ 13 സൗദിയിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ 90% മരണത്തിന് കീഴടങ്ങുമെന്ന് ഡോക്ടർമാർ പോലും വിധിയെഴുതിയ റിൻസി ജീവിതത്തിലേക്ക് 9 ദിവസങ്ങൾക്കുള്ളിൽ തിരികെ നടന്നു കയറുകയായിരുന്നു. വാഹനാപകടത്തെ തുടർന്ന് തലയ്ക്ക് 100-ലധികം തുന്നലുകളുമായി എല്ലുകൾ ഒടിഞ്ഞ് നുറുങ്ങിയ അവസ്ഥയിൽ 3 ദിവസം അബോധാവസ്ഥയിൽ കോമ സ്റ്റേജിലാണ് റിൻസി ആശുപത്രി ഐസിയുവിൽ കിടന്നിരുന്നത്. ഭാര്യയ്ക്ക് അപകടമുണ്ടായ ദിവസം മുതൽ 9 ദിവസം ജലപാനം പോലുമില്ലാതെ ഭരണങ്ങാനത്തുള്ള വിശുദ്ധ അൽഫോൺസാമ്മയുടെ കബറിടത്തിൽ പ്രാർത്ഥനാനിരതമായ മനസ്സുകളോടെ കഴിഞ്ഞുകൂടുകയായിരുന്നു ജിമ്മി സാർ. പ്രാർത്ഥനയുടെ 4-ാം ദിവസത്തിൽ റിൻസിക്ക് ബോധം തിരിച്ചു വരികയും തുടർന്ന് പതിയെ ജീവിതത്തിലേക്ക് തിരികെ വരികയുമായിരുന്നു. അപകടാവസ്ഥ തരണം ചെയ്ത് ആശുപത്രി വിട്ട റിൻസി തിരികെ നാട്ടിലെത്തി അൽഫോൺസാമ്മയുടെ കബറിടത്തിലേക്ക് എത്തി പ്രാർത്ഥനാ മഞ്ജരികൾ അർപ്പിക്കുകയായിരുന്നു. ഇതോടൊപ്പം വിവാഹം കഴിഞ്ഞ് 6 വർഷമായി കുട്ടികളില്ലാതിരുന്ന ഈ ദമ്പതികൾക്ക് അൽഫോൺസാമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഒരു കുഞ്ഞ് ജനിച്ചു. ഈ പെൺകുഞ്ഞിന് അൽഫോൺസാമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ചതിനാൽ അൽഫോൺസ എന്നാണ് ഈ ദമ്പതികൾ പേരിട്ടിരിക്കുന്നത്. ഈ ഉപകാര സ്മരണയ്ക്ക് ജിമ്മി സാർ സ്റ്റോണുകൾ കൊണ്ട് സ്വയം നിർമ്മിച്ച അൽഫോൺസാമ്മയുടെ ഛായാചിത്രം അവസാനവട്ട മിനുക്കുപണികളിലാണ്. 3 മാസത്തോളമായി അൽഫോൺസാമ്മയുടെ ചിത്രരചനയിലാണ് ഈ അധ്യാപകൻ. അൽഫോൺസാമ്മയുടെ ചിത്രം ചെയ്തിരിക്കുന്നത് ഭരണങ്ങാനം പള്ളിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരു ഉപകാര സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ വൈഫിന് 2 വർഷം മുമ്പ് സൗദിയിൽ വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായി. 100ഓളം സ്റ്റിച്ച് തലയ്ക്ക് വന്നു. അതുപോലെ ഞങ്ങൾക്ക് 6 വർഷങ്ങളായിട്ട് കുട്ടികളില്ലായിരുന്നു. അപ്പോൾ ആക്സിഡന്റ് ഉണ്ടായ അന്നപ്പം മുതൽ ഞാൻ എന്നുവെച്ചാൽ ആ രാത്രി മുതൽ ഭരണങ്ങാനത്ത് 9 ദിവസം അടുപ്പിച്ച് പോയിരുന്ന് തപസ്സിരുന്നു. വളരെ കോമ സ്റ്റേജിലായിരുന്ന ആള് 3 ദിവസം കഴിഞ്ഞപ്പോൾ ചാടി എണീറ്റു. 9ാമത്തെ ദിവസം ആശുപത്രി വിട്ടു. ആശുപത്രിക്കാർക്ക് അത്ഭുതമായിപ്പോയി. അവരെ ചികിത്സിച്ച ഡോക്ടർമാർ പറഞ്ഞു എങ്ങനെ ഈ കുട്ടി രക്ഷപ്പെട്ടെന്ന് വരെ ചോദിച്ചു. അപ്പോൾ അൽഫോൺസാമ്മയുടെ അനുഗ്രഹമാണെന്ന് അന്നിപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല. പിന്നീട് അട്ടപ്പാടി ധ്യാനിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ കൗൺസിലർ പറഞ്ഞു അൽഫോൺസാമ്മയെയാണ് കാണുന്നത്, അൽഫോൺസാമ്മയുടെ മാധ്യസ്ഥ ശക്തമായിട്ടുണ്ടല്ലോ എന്ന്. അപ്പോഴാണ് ശരിക്കും മനസ്സിലാകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നന്ദിയായിട്ടാണ് ഈ ചിത്രം പൂർത്തിയാക്കിയത്. അതുപോലെ അത് കഴിഞ്ഞ് 1 വർഷം ആക്സിഡന്റ് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴേ ഞങ്ങൾക്കൊരു കുഞ്ഞ് ഉണ്ടായി. അൽഫോൺസ എന്ന് തന്നെ പേരിട്ടിരിക്കുന്നു പെൺകുട്ടി. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ്. ചിത്രം പെരുന്നാളിന് കൊടുക്കണമെന്നായിരുന്നു കരുതി വെച്ചത്. പക്ഷേ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഈ ക്ലൈമറ്റിൻ്റെ ആയിരുന്നു. അപ്പം പൂപ്പലൊക്കെ കാണുന്നുണ്ട്. അത് കാരണം ഞാൻ ഇച്ചിരി വെയിൽ തെളിയാതെ ബാക്കി പൂർത്തിയാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇച്ചിരി താമസിച്ചേ കൊടുക്കുന്നുള്ളൂ. 1 മാസം കൂടെ കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് കരുതിയാണ് ഇരിക്കുന്നത്. കുറച്ച് മറ്റു വർക്കുകൾ കൂടി അത് ചെയ്യാനുണ്ട്.